السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. 18-11-2016 വെള്ളിയാഴ്ചയിലെ ഖുത്ബയ്ക്ക് വേണ്ടി UAE-ലെ അൽ ഹൈഅ അമ്മ ലിശുഊനിൽ ഇസ്ലാമിയ വൽ ഔഖാഫ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് നിർവഹിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വിഷയം സൂറ അൽ മുൽക്ക്, ചില ചിന്തകൾ. മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടും വിധേയപ്പെട്ടും ജീവിക്കുവാൻ ആദ്യമായി എന്റെ സ്വന്തം ശരീരത്തോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഖീല ലില്ലദീന തഖൗ മാദാ അൻസല റബ്ബുക്കും ഖാലൂ ഖൈറ ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന വലദാറുൽ ആഖിറതി ഖൈർ വലനിഅമ ദാറുൽ മുത്തഖീൻ. സൂക്ഷ്മാലുക്കളായി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്നവരോട് നിങ്ങളുടെ തമ്പുരാൻ എന്താണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് ചോദിക്കപ്പെടും. ഉദാത്തമായ സന്ദേശമാണ് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് അവർ പ്രതിവചിക്കും. പുണ്യകർമ്മങ്ങൾ അനുവർത്തിച്ചവർക്ക് ഈ ഭൂമിയിൽ ഉത്തമമായ പ്രതിഫലമാണ് ഉണ്ടാവുക. പാരത്രിക ഗേഹമാവട്ടെ ഏറെ ഉദാത്തമാണ്. മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിച്ച അത്യുന്നതമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിനെ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. ഒരു വിധത്തിലും മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ യാതൊരു ശൈഥില്യവുമേശാത്തതും യുക്തിമാനും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതുമാണ് ആ വേദഗ്രന്ഥമെന്ന്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സന്മാർഗമാണ്. വിശുദ്ധ ഖുർആൻ വെളിച്ചമാണ്. ഹൃദയങ്ങളെ പിടികൂടുന്ന രോഗങ്ങൾക്ക് ശമനമാണ്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു തന്നെ പറയുന്നു, ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ സതുപദേശവും നിങ്ങളുടെ മനസ്സുകളുടെ ആകുലതകൾക്ക് ശമനവും ഇതാ ആഗതമായിരിക്കുന്നു. വിശ്വാസികൾക്കത് സന്മാർഗവും കാരുണ്യവുമാണ്. അതുകൊണ്ട് ഏതൊരാൾ വിശുദ്ധ ഖുർആനിനെ അതർഹിക്കുന്ന പരിഗണനയോടെ പാരായണം ചെയ്യുകയും പരിഗണിക്കുകയും ചെയ്യുന്നുവോ അവന്റെ പ്രതിഫലം അള്ളാഹു ധാരാളമായി ഇരട്ടിപ്പിച്ചു നൽകും. അവന്റെ പദവികൾ അള്ളാഹു ഉയർത്തുകയും ചെയ്യും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന. ഏതൊരാൾ വിശുദ്ധ ഖുർആനിൽ നിന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു അക്ഷരം പാരായണം ചെയ്യുന്നുവോ ഫലഹു ബിഹി ഹസന, അതിനവന് ഒരു നന്മ ലഭിക്കുന്നതാണ്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. ഓരോ നന്മയും 10 ഇരട്ടിയായി അള്ളാഹു പ്രതിഫലം നൽകുകയും ചെയ്യും. പിന്നെ പുണ്യനബി പിന്നീട് പറയുന്നു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്ന് ഒരാൾ പാരായണം ചെയ്യുന്നത് ഒരക്ഷരമാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വലാകിൻ അലിഫുൻ ഹർഫുൻ. അലിഫ് ലാം മീമിലെ അലിഫ് ഒരക്ഷരമാണ്. വലാമുൻ ഹർഫുൻ, ലാമ് രണ്ടാമതൊരക്ഷരമാണ്. വമീമുൻ ഹർഫുൻ, മീമ് മൂന്നാമത്തെ വേറെ ഒരക്ഷരമാണ്. അഥവാ കേവലം അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുമ്പോഴേക്ക് അയാൾക്ക് 30 പ്രതിഫലം, 30 നന്മ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ വചനങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാനും അവയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. അള്ളാഹു പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. താങ്കൾക്കു നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇതിലെ സൂക്തങ്ങൾ ആളുകൾ ചിന്താവിധേയമാക്കുവാനും ബുദ്ധിശാലികൾ പാഠം ഉൾക്കൊള്ളാനും വേണ്ടിയാണ് നാം അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ അവയിൽ ചില സൂറത്തുകൾക്ക് ചിലതിനേക്കാളും, ചില സൂക്തങ്ങൾക്ക് മറ്റു ചിലതിനേക്കാളും പ്രാധാന്യവും ശ്രേഷ്ഠതയും അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ വിഷയകമായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല അധ്യായങ്ങളുടെയും പല സൂക്തങ്ങളുടെയും മഹത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അവയുടെ മഹത്വം നമുക്ക് വിശദീകരിച്ചു തരുവാനുണ്ടായ കാരണം അവ അർഹിക്കുന്ന പ്രാധാന്യത്തോടെയും ശ്രേഷ്ഠതയോടെയും പുണ്യത്തോടെയും നമ്മൾ അവയെ സമീപിക്കുന്നതിന് വേണ്ടിയാണ്. ആ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യത്തോടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്ന, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരധ്യായമാണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിൽ പോലും രാത്രിയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാതെ കിടന്നുറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം പുണ്യനബിയുടെ അനുചരന്മാരും മുഴുവനും ഈ സൂറത്ത് ഓരോ ദിവസവും പതിവായി ഓതുന്നതിന്, പാരായണം ചെയ്യുന്നതിന് കണിശമായ ചിട്ടയോടെ ശ്രദ്ധ പുലർത്തിയിരുന്നവരായിരുന്നു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കുന്നാ ഫീ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുസമ്മീഹൽ മാനിഅ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സൂറത്തുൽ മുൽക്കിനെ ഞങ്ങൾ അൽ മാനിഅ എന്നാണ് വിളിച്ചിരുന്നത്. അൽ മാനിഅ എന്ന വാക്കിന്റെ അർത്ഥം സുരക്ഷാ കവചമെന്നാണ്, പ്രതിരോധ കവചമെന്നാണ്. അഥവാ ഏതൊരാൾ സൂറത്തുൽ മുൽക്കിനെ അതർഹിക്കുന്ന രീതിയിൽ പാരായണം ചെയ്യുന്നുവോ അവന് പ്രതിരോധ കവചമായി നാളെ ആ സൂറത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ആഗതമാവുന്നതാണ്. ആ സൂറത്തിനെ പാരായണം ചെയ്തവർക്ക് വേണ്ടി ആ സൂറത്ത് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ്. പുണ്യനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്, 30 ആയ, അത് 30 ആയത്തുകളാണ്. ഷഫാഅത്ത് ലിറജുലിൻ, അതൊരു മനുഷ്യനു വേണ്ടി ശുപാർശ ചെയ്തു. ഹത്താ ഗുഫിറ ല, അങ്ങനെ ആ ആൾക്ക് പാപമോചനം സാധ്യമായി. വഹിയ സൂറത്തു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആ സൂറത്താവട്ടെ സൂറത്തുൽ മുൽക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ഭാഗത്തു തന്നെ നമ്മളോട് പറയുന്നത് ഇങ്ങനെ കാണാം, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു നമ്മളോട് പറയാൻ, രാജാധിപത്യം ആരുടെ കൈവശമാണോ അവൻ അനുഗ്രഹപൂർണനത്രേ, സർവ്വകാര്യത്തിനും കഴിവിറ്റവനാണവൻ. അഥവാ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്തു തന്നെ അള്ളാഹുവിന്റെ കഴിവുകളെ, അള്ളാഹുവിന്റെ ഔന്നത്യത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ നമ്മളോട് പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു പറയുന്നു, നിങ്ങളിൽ ഏറ്റവും ഉദാത്തമായി കർമ്മങ്ങൾ അനുവർത്തിക്കുന്നത് ആരാണെന്ന് പരീക്ഷിച്ചറിയാനായി മരണവും ജീവിതവും സൃഷ്ടിച്ച അജയ്യനും ഏറെ പൊറുക്കുന്നവനുമാണ് അള്ളാഹു എന്ന് ഈ ആയത്തിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് അള്ളാഹു നമുക്ക് സൂചന നൽകുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് തൊട്ടുടനെ വരുന്ന ആയത്തുകളിലും അള്ളാഹു നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. നോക്കൂ, അള്ളാഹു പറയുന്നത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറെ ഭംഗിയായി, ഏറെ ഉദാത്തമായി, കൃത്യമായി, വൈദഗ്ധ്യത്തോടെ, ഗുണമേന്മയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് എന്നാണ്. ഖുർആൻ നേരെ മറിച്ച് ലിയബ്ലുവകും അയ്യുക്കും അക്സറു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ കർമ്മങ്ങളുടെ ആധിക്യം ആർക്കാണ് എന്നല്ല അള്ളാഹു പരിശോധിക്കുന്നത്, മറിച്ച് കർമ്മങ്ങളുടെ ഗുണവും ക്വാളിറ്റിയുമാണ് അള്ളാഹു പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഈ പാഠം ഓരോ മനുഷ്യനും, അവൻ വിദ്യാർത്ഥിയാവട്ടെ, അധ്യാപകനാവട്ടെ, ഉദ്യോഗസ്ഥനാവട്ടെ, ഭിഷഗ്വരനാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ആരു തന്നെയായാലും ഈ പാഠം ജീവിതത്തിന്റെ ഭാഗമാക്കിയെടുക്കാൻ സൂറത്തുൽ മുൽക്ക് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. എന്നു മാത്രമല്ല, ഈ ആയത്ത് പറഞ്ഞു വെച്ച ശേഷം അല്ലാഹു പറയുന്നത്, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഅൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ സുന്ദരമായി കർമ്മങ്ങൾ ചെയ്യണം, ഉദാത്തമായും കൃത്യമായും കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തന്നെ സൃഷ്ടിപ്പിൽ കാണിച്ചിരിക്കുന്ന വൈദഗ്ധ്യത്തിന്റെയും സൃഷ്ടിപ്പിലെ കൃത്യതയുടെ
സൃഷ്ടികളുടെയും ഉദാഹരണമാണ് നമ്മളോട് പറയുന്നത്. എങ്ങനെയാണ് അള്ളാഹു പറയുന്നത്? സപ്തവാനങ്ങളെ, 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ. എന്നിട്ട് പറയുന്നു മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരുവിധ ഏറ്റക്കുറച്ചിലും ഒരുവിധ പോരായ്മയും നിനക്ക് കണ്ടെത്താനാവില്ല. ഫർജിഅൽ ബസർ, നീ ഒന്നുകൂടി നോക്കുക. അള്ളാഹു നമ്മളോട് വെല്ലുവിളിക്കുകയാണ്, നീ ഒന്നുകൂടി നോക്കുക. ഹൽ തറാ മിൻ ഫുതൂർ, ഒരാവർത്തി കൂടി നോക്കിയിട്ട് വല്ല പിഴവും വല്ല പോരായ്മയും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിനക്ക് കണ്ടെത്താനാവുന്നുണ്ടോ എന്ന് അള്ളാഹു നമ്മളെ വെല്ലുവിളിക്കുകയാണ്. അഥവാ ഒരു മുഅ്മിൻ ജീവിതത്തിൽ ഏതു രീതിയിൽ ഏതു ശൈലിയിൽ കൃത്യത പുലർത്തണമെന്ന് ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു കാണിച്ച സൂക്ഷ്മതയിലൂടെ, കൃത്യതയിലൂടെ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അവിടെ അള്ളാഹു അവസാനിപ്പിക്കുന്നില്ല. തുടർന്ന് അള്ളാഹു ഭൂമിയെ നമുക്ക് അധീനപ്പെടുത്തി തന്ന വസ്തുതയെക്കുറിച്ച് പറയുന്നു. നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്ന ഭൂമിയിൽ നിങ്ങൾ അതിസുന്ദരമായി, ഏറെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് അള്ളാഹു നമ്മളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലുല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖി. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഭൂമിയെ അധീനപ്പെടുത്തി തന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിങ്ങൾ സഞ്ചരിക്കുകയും വകുലൂ മിർ റിസ്ഖി, അള്ളാഹു നൽകിയ ഉപജീവന മാർഗത്തിൽ നിന്ന് നിങ്ങൾ ആഹരിക്കുകയും ചെയ്യുക. അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ മഹത്തായ ആശയം നമ്മുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് വീണ്ടും സൂറത്തുൽ മുൽക്ക് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു നൽകാൻ പോകുന്ന മഹത്തായ പ്രതിഫലങ്ങളെക്കുറിച്ചാണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഏതൊരാള് അള്ളാഹുവിനെ അദൃശ്യതയിൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവോ, തങ്ങളുടെ നാഥനെ അദൃശ്യതയിൽ ഭയപ്പെടുന്നവർക്ക് പാപവിമുക്തിയും മഹത്തായ പ്രതിഫലവുമുണ്ട് എന്ന് ഖുർആൻ നമ്മളോട് പറയുകയാണ്. അള്ളാഹു അവർക്ക് പാപമോചനം വാഗ്ദാനം ചെയ്തു എന്ന് മാത്രമല്ല, പരമമായ സ്വർഗലോകം കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ആ സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് സൂറത്തു ഖാഫിൽ അള്ളാഹു ഇങ്ങനെയും പറയുന്നത് കാണാം, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അള്ളാഹുവിനെ അദൃശ്യതയിൽ ഭയപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു സ്വർഗം തയ്യാർ ചെയ്തിരിക്കുകയാണ്. അവർ തപിക്കുന്ന ഹൃദയവുമായി, വിനയാന്വിതമായ മനസ്സുമായി അള്ളാഹുവിലേക്ക് കടന്നു വരുന്നവരാണ്. അങ്ങനെ ഇത്തരം ആളുകൾ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ആഗതരാകുമ്പോൾ അള്ളാഹു അവരോട് പറയുമത്രേ, ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്. സമാധാനത്തോടെ നിങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, ശാശ്വതവാസത്തിനുള്ള ദിനമാണിത്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയും, ലഹും മാ യശാഊന ഫീഹാ. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവയെല്ലാം അവർക്കവിടെ ലഭ്യമാണ്. മാത്രമല്ല വലദൈനാ മസീദ്, നമ്മുടെ അടുക്കൽ വേറെയും ധാരാളം അവർക്ക് നൽകുവാനായുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിനു വേണ്ടി, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് പ്രകാരം അള്ളാഹുവിനെ ഭയപ്പെടുവാനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ഓരോ മുഅ്മിനിനും പ്രചോദനം നൽകുകയാണ് സൂറത്തുൽ മുൽക്ക് ചെയ്യുന്നത്. സൂറത്തുൽ മുൽക്കിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവങ്ങളും അത്ഭുതങ്ങളും തന്റെ കാരുണ്യത്തിന്റെ സരണികളും കാരുണ്യത്തിന്റെ വലിയ നിരകളും നമ്മുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു നമ്മളോട് പറയുന്നു, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. തന്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ നിന്ന് ചില അനുഗ്രഹങ്ങളെ എടുത്തുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയുന്നു, നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക, അവനാണ് നിങ്ങളെ പടച്ചുണ്ടാക്കുകയും കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നിങ്ങൾക്ക് സംവിധാനിക്കുകയും ചെയ്തത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഖലീലമ്മാ തശ്കുറൂൻ, വളരെ അപൂർവമായേ നിങ്ങൾ നന്ദി കാണിക്കുകയുള്ളൂ എന്നും അള്ളാഹു നമ്മളെക്കുറിച്ച് സൂറത്തുൽ മുൽക്കിൽ നമ്മളോട് പറയുകയാണ്.
തീർന്നില്ല. അതിനുശേഷം അല്ലാഹു ചെയ്തു തന്ന മഹാ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരനുഗ്രഹത്തെ തുറന്നു വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അല്ലാഹു ഇങ്ങനെ ചോദിക്കുന്നത് കാണാം. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വെള്ളം വറ്റി വരണ്ടുപോയാൽ പ്രവാഹജലം നിങ്ങൾക്കാരാണ് കൊണ്ടുവന്ന് തരികയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് നബിയെ താങ്കൾ അവരോട് ചോദിക്കണമെന്നും ഖുർആൻ പറയുന്നു. ഇങ്ങനെ ഖുർആനിന്റെ ആയത്തുകളിലൂടെ, വിശിഷ്യ സൂറ അൽ മുൽക്കിന്റെ വിവിധ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, അറിയാതെ വിശ്വാസി പറഞ്ഞു പോകും, ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി, അവനാണ് അത്യുദാരനായ തമ്പുരാൻ, അവനാണ് ഇതെല്ലാം സംവിധാനിച്ചിരിക്കുന്നത്, അവനാണ് ഞങ്ങളെ പരിപാലിക്കുന്നത്, ആമന്നാ ബിഹി, ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു, വ അലൈഹി തവക്കൽന, അവനിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മുഅ്മിനീങ്ങൾ പറഞ്ഞു പോകും. അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ടു പോകും. അവർ ഖുർആനിന്റെ കൽപ്പനകൾക്ക് വിധേയരായി പോകും. ഖുർആൻ കേൾക്കുമ്പോഴേക്ക് അവരുടെ സിരകളിൽ ആവേശം പരക്കും. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സും ശരീരവും അള്ളാഹുവിന് വിധേയപ്പെടും. ഈ രീതിയിലാണ് ഖുർആനിനെ കുറിച്ച് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുന്നവർക്ക് സംഭവിക്കാനിരിക്കുന്നത് എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ദൃഷ്ടാന്തങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും അല്ലാഹു ഉത്തരോത്തരം പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിനു വേണ്ടി സ്വത്തും ജീവനും എല്ലാം ത്യജിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ ധീരയോദ്ധാക്കൾക്ക് അല്ലാഹു സഹായം നൽകുമാറാവട്ടെ. അവരിൽ നിന്ന് രക്തസാക്ഷിത്വം വരിച്ചവർക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.